ശ്രീ സാദിഖ് ഫൈസി താനൂർ, അതായത് പാർട്ടി ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതും താങ്കൾ കേട്ടല്ലോ. അതായത് വ്യക്തിപരമായ തീരുമാനമാണ്, വ്യക്തിപരമായ തീരുമാനമനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ നീക്കാമെന്നാണ്. പക്ഷേ നിങ്ങൾ എന്നിട്ടും കോൺഗ്രസിന്റെ നിലപാടുകളെ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അദ്ദേഹം പാർട്ടി നിലപാട് തീരുമാനിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് സംശയിക്കുന്നു എന്നുള്ളത്. ഇന്ന് ഇന്ത്യയിൽ ഇவ்விധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ കാരണം ഇതുതന്നെയായിരുന്നു. കൃത്യമായ ഖണ്ഡിതമായ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചില്ല. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു, അതുപോലെ അന്നത്തെ ഭരണകൂടങ്ങൾ, അന്നത്തെ ഇന്ത്യൻ സംവിധാനങ്ങൾ അന്ന് അതിന് പ്രൊട്ടക്ഷൻ നൽകിയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ഇவ்விധം ഒരു വിധി പറയില്ലായിരുന്നു. അതുപോലെ ഇന്ന് എന്താകുന്നത് ഒരു ജനതയുടെ വികാരമാണ്, മറ്റുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ആ വികാരത്തെ മാനിക്കുന്നു എന്നതൊക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഞങ്ങൾ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദ് എല്ലായിടത്തും ഞങ്ങൾ പറയുന്നൊരു വിഷയമാണ്. അത് അന്യൻ്റെ ആരാധനാലയം ബോധപൂർവം അനർഹമായി തകർത്ത് ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് ഖണ്ഡിതമായി തെളിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതിൽ അത് അവർ എടുക്കേണ്ടതാണ് എന്ന് പറയുന്നതിൽ മുസ്ലിം സമുദായത്തിൽ ഇന്നോളം തർക്കങ്ങളില്ല. കാരണം പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിൽ പള്ളി നിർമ്മിക്കരുത് എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഖണ്ഡിതമായ പ്രമാണങ്ങളാണ്. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ഒരു ചെറിയൊരു ടൈം എനിക്ക് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഉദാഹരണത്തിന് ബാബരി മസ്ജിദിൻ്റെ ഇപ്പോൾ നേരത്തെ ഇവിടെ രണ്ട് പ്രതിനിധികളും പറഞ്ഞു 528 വർഷത്തിൻ്റെ തർക്കവിതർക്കങ്ങളുള്ള ഭൂമികയാണ് ബാബരി മസ്ജിദിന്റെ ഇടം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ബാബർ ചക്രവർത്തി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ലോകം സ്വീകരിച്ചിട്ടുള്ള പൊതു നിലപാടുകളുണ്ട്. ഉദാഹരണം, അന്നത്തെ 16-ാം നൂറ്റാണ്ടിൽ ബാബർ ചക്രവർത്തി ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും കാര്യക്ഷമതയുള്ള ലോകത്തെ ഭരണാധികാരിയായിരുന്നു സുലൈമാൻ ദി മാഗ്നിഫിഷൻ എന്ന് പറയുന്ന ഓട്ടമൻ എംപയറിന്റെ സുൽത്താൻ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഈ ഇന്നത്തെ ഇസ്താംബൂളിൽ അഥവാ പഴയ കോൺസ്റ്റന്റിനോപ്പിളിൽ, ഇന്നത്തെ ഇസ്താംബൂളിൽ കാണുന്ന ജാമിയ സുലൈമാൻ എന്ന് പറയുന്ന ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു വലിയ കേന്ദ്രമുണ്ട്, ഒരു വലിയൊരു പള്ളിയുണ്ട് അവിടെ. ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണായ സ്ഥലം കൊണ്ടുവച്ചു. അവിടെ നോക്കുമ്പോൾ ഒരു യഹൂദന്റെ, ഒരു ജൂതന്റെ വീട് നിൽക്കുന്നു. അങ്ങനെ ഭരണകൂടം ആ വീട് പൊളിച്ചിട്ട്, യഹൂദന്റെ വീട് പൊളിച്ചിട്ട് അവിടെ പള്ളി നിർമ്മിക്കാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ ജൂതന്റെ വീട് പൊളിക്കാൻ ചെന്ന സന്ദർഭത്തിൽ അയാൾ പ്രതിഷേധിച്ചു. സ്വാഭാവികമായും ഭരണാധികാരി, അന്നത്തെ ഇസ്ലാമിക ലോകത്തിന്റെ, ഈ ബാബർ ചക്രവർത്തി ജീവിച്ചിരിക്കുന്ന കാലത്താണിത്, ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനായ അന്നത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പേരുള്ള ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജ്ഞാനിയോട് അഭിപ്രായം ചോദിച്ചു. അദ്ദേഹം ഫത്വ കൊടുത്തു. ജൂതന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണത്. ജൂതന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ ആ സ്ഥലം, ആ വീട് പൊളിച്ചുകൊണ്ട് ഒരു കാരണവശാലും പള്ളി നിർമ്മിക്കാൻ പാടുള്ളതല്ല. ആകയാൽ അയാളുടെ സമ്മതം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭരണാധികാരി നേരിട്ട് പോയി ആ യഹൂദനിൽ നിന്ന് അയാളോട് യാചിച്ചു, വണങ്ങി, അങ്ങനെയാണ് അയാളിൽ നിന്ന് ഭൂമി നേട്ടെടുത്തിട്ട് ഈ പള്ളി ഉണ്ടാക്കുന്നത്. ഇത് ബാബർ ചക്രവർത്തി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ടാകുന്നതാണ്. ലോകത്തെല്ലായിടത്തും ഇത് സുപ്രീം കോടതി രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ സംവിധാനത്തിലൂടെ വരികയും പരിഹരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ എൻ്റെ ചോദ്യം, ഈ പ്രശ്നത്തിൽ, അതായത് ഈ രാമക്ഷേത്രത്തിലെ ഈ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട ക്ഷണം സംബന്ധിച്ച് ഈ സമസ്ത ഉയർത്തുന്നൊരു ആശങ്ക, ഈ നിലയിലാണ് കോൺഗ്രസിനെ പോലുള്ള കക്ഷികൾ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ 2024 ഒരു തുടർഭരണമായിരിക്കും BJPക്ക് ലഭിക്കുക എന്നതാണ്. കോൺഗ്രസ് ഇവിടെ പറയുന്നത് ഇത് വ്യക്തി താല്പര്യമാണ്, ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ്, അതുകൊണ്ട് വ്യക്തികൾ അതിൽ തീരുമാനമെടുക്കട്ടെ, പാർട്ടി അതിൻ്റെ മതേതര കാഴ്ചപ്പാടും നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്നാണ്. അതിനെ ഉൾക്കൊള്ളുന്നതിൽ എന്താണ് നിങ്ങൾക്ക് തടസ്സം? എവിടെയാണ് നിങ്ങൾ അതിനെ ആശങ്കയോടുകൂടി കാണുന്നത്, സംശയത്തോടുകൂടി കാണുന്നത്? ഇവിടെ 2024 BJP അധികാരത്തിൽ വരുമോ വരില്ലേ എന്നുള്ളതല്ല സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. മറിച്ച് ഇവിടെ ബാബരി മസ്ജിദ് ഒരു അധ്യായം അവിടെ അടച്ചു വെക്കുമ്പോൾ നിരവധി അധ്യായങ്ങൾ ഇപ്പുറത്ത് തുറക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും
അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഗ്യാൻവാപി പള്ളിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞു, അതേപോലെ കാശിയിലെ പള്ളിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇത് ഇന്ത്യയിൽ ഉടനീളം നടക്കാൻ പോകുന്ന ഒരു വലിയ കാരണം. ഈ പറയുന്ന മതവുമായി ബന്ധപ്പെട്ട് അധികാര രാഷ്ട്രീയത്തെ, മഹാഭൂരിപക്ഷത്തെ എങ്ങനെ വൈകാരികമായ തലത്തിൽ അവരെ കൊണ്ടുപോകും, വൈകാരികമായ അവരുടെ വികാരങ്ങളെ എങ്ങനെ ഇളക്കി വിട്ടിട്ട് അധികാരത്തിലെത്താമെന്ന് ആരൊക്കെ ചിന്തിക്കുന്നുവോ അതനുസരിച്ച് മുന്നോട്ട് പോകാവുന്ന എമ്പാടും കേസുകൾ ഇന്ത്യയിലുണ്ട്. അത് കോൺഗ്രസിനെ പോലെയുള്ള കക്ഷികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. അവർ ഈ വിഷയത്തിൽ കൃത്യമായ ഓരോ ഘട്ടങ്ങളിലും ബാബരി മസ്ജിദിന്റെ അവിടെ മറ്റേ ഈ പറയുന്ന രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ട സന്ദർഭങ്ങളിൽ, അതിനുശേഷം പിന്നീട് അവിടെ ശിലാന്യാസം നടന്ന സന്ദർഭത്തിൽ 92 ഡിസംബർ 6 ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ, ഇന്ത്യ ഭരിക്കുന്നവർ കൃത്യമായ ഖണ്ഡിതമായ ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ വിധം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഈ പ്രശ്നങ്ങൾ അടുത്ത ആരാധനാലയങ്ങളിലേക്ക് കൂടി നീങ്ങുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ 528 വർഷത്തിന്റെ തർക്കങ്ങളുണ്ടായി, അതുപോലെ മുമ്പ് ഞങ്ങളുടേതായിരുന്നു എന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഇവിടെ എന്തിൻ്റെയൊക്കെ പേരിൽ ഭാവിയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടും. ഇപ്പൊ നമ്മുടെ ശബരിമലയെ കുറിച്ച് നമുക്കൊക്കെ അറിയുന്നതാണ്. ശബരിമല മറ്റേ ബുദ്ധമരത്തിന്റെ വിഹാരമാണ് എന്നുള്ള തർക്കങ്ങളില്ലേ? തൃശ്ശൂരിലെ വടക്കുനാഥ് ക്ഷേത്രത്തെ കുറിച്ച് തർക്കങ്ങളില്ലേ? അതേപോലെ നമ്മുടെ പുരിയിലെ, ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ് ക്ഷേത്രത്തെ കുറിച്ച് സ്വാമി വിവേകാനന്ദന്റെ പുസ്തകങ്ങളിൽ കാണാം. അത് ബുദ്ധവിഹാരമായിരുന്നു, ബുദ്ധ പെടോഗയായിരുന്നു. അത് ഞങ്ങൾ